ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഇന്നാസ് കിച്ചൺ. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടൊരു ഫ്ലവർ പഫാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇത് നോർമൽ പഫ് പോലെ തന്നെയാണ്, പക്ഷെ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാതെ ഉള്ളൂ. അപ്പോൾ അധികം വെച്ചിടുന്നില്ല, നേരെ ഉണ്ടാക്കി തുടങ്ങാം. ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം ഒരു പാനിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. അതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻസും അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലോട്ടേക്ക് കുറച്ച് സാൾട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലോട്ടേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മഞ്ഞൾപ്പൊടി ഒപ്പം വെച്ച് മാരിനേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കന് വെന്തതിന് ശേഷം അത് അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചത് അതിലോട്ടേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലോട്ടേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പഫ് പേസ്റ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ ഒരു സൈഡിലോട്ടേക്ക് ഒരിച്ചിരി മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ അതിൻ്റെ സൈഡുകൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കുക. ഇനി മടക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ പോലെ കട്ട് ചെയ്തത് അതിൻ്റെ മുകളിലൂടെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഇതുപോലെ ഒരു ഡോണ ഷേപ്പിൽ ഒന്ന് ചുറ്റിയെടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ടേക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തത് ഒന്ന് തേച്ച് കൊടുക്കുക. ഇനി ഇത് ഓവനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലവർ പഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലവർ പഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.